അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബിങ്ങളെ, സ്നേഹപ്പെട്ടവരെ, മനസ്സുകൊണ്ട് മദീനയിലേക്ക് എന്ന ടാഗ്ലൈനിൽ നമ്മൾ നടത്തുന്ന യാത്രയുടെ 209-ാമത്തെ എപ്പിസോഡിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ലൈനിലെത്തിയവരൊക്കെ ഒന്ന് സലാം അടക്കിയാൽ. ആരാണെന്ന് ആദ്യം സലാം അടക്കിയത്? സഫീർ വള്ളിത്തോട്, അച്ചു സാക്കു, അബ്ദുൽ മജീദ്, ഫിറോസ് ഖാൻ, ഷറഫുദ്ദീൻ, മുഹമ്മദ് അർഷാദ്, ഷറഫുദ്ദീൻ, മുഹമ്മദ് വൈസ്, ഷഹീർ ജാമിയ, മാഹിരിയ ഇസ്ലാമിയ, മുഹമ്മദ് യൂസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ലോകത്തിന് മഹാവെളിച്ചമായി കടന്നു വന്ന അനർഘമായ ആത്മസംഭാവനകൾ നൽകിയ റഹ്മത്തുല്ലിൽ ആലമീൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ, ഒരുപക്ഷെ ഈ ഭൂലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും കഥന നിർഭരമായ വേദനാജനകമായ ഒരു ദിവസത്തെയാണ് നമ്മൾ ഇന്ന് അനാവരണം ചെയ്യുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഇന്നത്തെ ഈ സംസാരം നമുക്ക് അല്ലാഹു ഭാഗ്യമാക്കി തരട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോടെ നമ്മൾ ആരംഭിക്കുകയാണ്. ഹബീബിങ്ങളെ, ഇന്നത്തെ ലൈവ് മറ്റ് ശ്രദ്ധകളിലേക്കൊന്നും പോകാതെ എനിക്ക് നിങ്ങൾക്ക് മദീനത്ത് പോകണം, മുത്തുനബിയെ കാണണമെന്ന അതമ്യമായ ഉത്കടമായ ആഗ്രഹത്തോടുകൂടി വളരെ ശാന്തമായിരുന്ന് കേൾക്കുക. എൻ്റെ ശബ്ദവും സാന്നിധ്യവും മറക്കുക. മഴ പോലെ പ്രവാചക പ്രണയം പെയ്തിറങ്ങുന്ന അൽ മദീനത്തുൽ മുനവ്വറയിൽ ഞാനും നിങ്ങളൊരു യാത്രാസംഘം യാചകരായി ഇങ്ങനെ നിൽക്കുകയാണെന്ന് ഓർക്കുക. മുത്തുനബിയുടെ വഫാത്തിന്റെ വേളയിൽ ആ മുറ്റത്ത് നമ്മൾ അതിന് സാക്ഷ്യം വഹിക്കുകയാണെന്ന ഓർമ്മയിൽ പറ്റുമെങ്കിൽ ഹൃദയമൊന്ന് ത്രസിച്ച് കരഞ്ഞ് അങ്ങനെ ഈ രാവിൽ നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്യുക. ഇനി ഷെയർ ചെയ്യാൻ വേണ്ടി പറയില്ല, ഒരു 10 ഷെയർ നിങ്ങളെല്ലാവരും ഇപ്പോൾ ചെയ്താൽ കുറേ ആളുകളിലേക്കത് ലഭിക്കും. ഇനി ഞാൻ പറയില്ല. ഓക്കെ, അപ്പോൾ 88 ആളുകൾ ഇപ്പോൾ ഉണ്ട്. ഒരു 10 ഷെയർ ചെയ്താൽ തന്നെ എത്രയോ ആകും. ഓക്കെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹജ്ജത്തുൽ വദാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു നിൽക്കുമ്പോൾ, അവിടുത്തെ ഹജ്ജിന്റെ വേളയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദു അന്നി മനാസികകും ഫലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ ആരാധനാ കർമ്മങ്ങൾ കണ്ടുപഠിക്കുക, പ്രാക്ടിക്കലായി പരിശീലിക്കുക. ഈ വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളെ കണ്ടില്ലെന്ന് വന്നേക്കാം. ലാ അൽഖാകും ബഅദ ആമി ഹാദാ. ഈ വർഷത്തിന് ശേഷം ഒരുപക്ഷെ അടുത്ത വർഷം നിങ്ങൾ എന്നെ കണ്ടില്ല എന്ന് വന്നേക്കാം. അപ്പൊ നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടുപഠിക്കൂ എന്ന്. ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനല്ല മുഹമ്മദ് മാലിക് പറഞ്ഞത്, ഫേസ്ബുക്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനാണ് പറഞ്ഞത്. നോക്കൂ ഹബീബിങ്ങളെ, ആ വാക്കിന്റെ ഒരു ആത്മതാപം എന്തായിരിക്കും?
ഒരുപക്ഷെ നമ്മൾ ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമം വരിക എപ്പോഴാണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അധമ്യമായി സ്നേഹിച്ചാലാണ് ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുക. അല്ലെങ്കിൽ അടുത്ത കൊല്ലം നിങ്ങൾ എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞാലും നമുക്കൊരു വിഷമം വരുന്നുണ്ടാകില്ല. നിങ്ങളുടെ ഏറ്റവും സ്നേഹനിധിയായ ഭാര്യയോ ഭർത്താവോ ഉമ്മയോ മക്കളോ നിങ്ങളോട് പറയുക, കൂട്ടുകാർ, നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾ അടുത്ത വർഷം നിങ്ങൾ എന്നെ കണ്ടില്ല എന്ന് വന്നേക്ക്. സാധാരണക്കാരായ ഒരാൾ പറയുന്നത് പോലെയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, വഹ്യ് കൊണ്ടല്ലാതെ ഒരക്ഷരം സംസാരിക്കാത്ത, തമാശക്ക് പോലും കളവ് പറയാത്ത റസൂലുള്ളാഹിയുടെ വാക്കാണ്. ഹജ്ജത്തുൽ വദാഇലെ വെള്ളിയാഴ്ച അറഫയിൽ വെച്ച് സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തും ഇറങ്ങി. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്താണ്. ഈ ദിവസം നിങ്ങളുടെ ദീനിനെ ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു, നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളും ഞാൻ പൂർണ്ണമാക്കിയിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി മതമായി ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ആയത്തിറങ്ങിയപ്പോൾ പലർക്കും ഒന്നും തോന്നിയില്ല. പക്ഷേ കാരിരുമ്പിന്റെ കരുത്തുള്ള മക്കയുടെ മലഞ്ചെരുവിലൂടെ ചുണ്ടിലൊരു ചൂളം വിളിയുമായി, കയ്യിലൊരു ചാട്ടവാറുമായി, കാലിൽ ചെരുപ്പിടാതെ ചപ്രച്ച തലമുടിയുമായി പരുപരുക്കനായി നടന്ന ഖത്താബിന്റെ മകൻ, പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന മഹാനായ നായകൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഈ ആയത്തിറങ്ങിയപ്പോൾ കരഞ്ഞു. റസൂലുള്ളാഹി ചോദിച്ചു, മാ യുബ്കീക യാ ഉമർ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? റസൂലുള്ളാഹിന്റെ ചോദ്യമാണ്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഈ ആയത്തിറങ്ങിയാൽ ആഹ്ലാദിക്കല്ലേ വേണ്ടത്. ഇനി ദീനിൽ ഒരു മതവിധി വരാനില്ല, ഇനി ഒരു നിഷിദ്ധങ്ങളോ നിഷേധങ്ങളോ മുന്നറിയിപ്പുകളോ ഉപദേശങ്ങളോ ഒന്നും വരാൻ, ദീന് പൂർത്തീകരിച്ചു. അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്, ഒരു സമ്പൂർണതയുടെ പേരിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു കരയാണ്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എഴുതി വെച്ചോളൂ ഹബീബിങ്ങളെ. ഉമർ തങ്ങൾ കരച്ചലടക്കാനാവാതെ പറയുകയാണ്, ലം യകുമുൽ ശൈഉൻ ഇല്ലാ നഖസാ. ഒരു കാര്യം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീടത് ചുരുങ്ങുകയല്ലേ നബിയെ ചെയ്യുക. ഒരു കാര്യം പൂർത്തിയായി, ഇനി ഒന്നും വരാനില്ലല്ലോ, പിന്നീട് അത് ചുരുങ്ങല്ലേ എന്ന് വെച്ചാൽ പൂർത്തീകരിക്കാൻ വേണ്ടി വന്നവൻ മടങ്ങുകയല്ലേ സംഭവിക്കുക. സമ്പൂർണതയുമായി വന്ന പ്രവാചകന്റെ ദീപ്തമായ നിയോഗം അവസാനിക്കുകയല്ലേ ചെയ്യുന്നത്. മുത്തുനബി പറയുകയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഉമറേ. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്സീറുത് തബരിയുടെ 9-ാം വാള്യം 519-ാമത്തെ പേജിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഹജ്ജ് കഴിഞ്ഞ റസൂലുള്ളാഹി മടങ്ങുകയാണ്. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഖുമ്മ എന്ന ഒരു ജലാശയത്തിനടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളെ ഒരുമിച്ച് കൂട്ടി. അവിടെ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ ഒരു പ്രസംഗം നടത്തി. ഇത് ദുൽഹിജ്ജയിലാണ്. അയ്യുഹന്നാസ്, ജനങ്ങളെ,
ഇന്നമാ അന ബശറും മിത്ലുകും യൂശികു അൻ യഅതിയനി റസൂലു റബ്ബി ഫൗജീബ്. ഹബീബായ പ്രവാചകർ സംസാരിക്കുകയാണ്. ജനങ്ങളെ, ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ്. മനുഷ്യൻ എന്ന നിലക്ക് ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. എന്റെ റബ്ബിന്റെ ദൂതൻ അതായത് മലക്കുൽ മൗത്ത് വരാൻ, റബ്ബിന് ഞാൻ ഉത്തരം കൊടുക്കാനും സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ ഖുർആനെ മുറുകെ പിടിക്കണമേ, എന്റെ അഹ്ലുബൈത്തിനെ ചേർത്തു പിടിക്കണമേ. ഈ 2 വസിയ്യത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. പടച്ചവനെ, അവിടത്തെ ഇടവിയോഗത്തിന് തൊട്ടു മുമ്പുള്ള ഉപദേശത്തിൽ ഖുമ്മ എന്ന ജലാശയത്തിന്റെ അരികിൽ വെച്ച് ഉമ്മത്തിനോട് മുത്തുനബിയുടെ സംസാരം, ഖുർആനെ നെഞ്ചു ചേർക്കണേ. കുറച്ചു മുമ്പേ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം എന്ന് പറഞ്ഞത് സുന്നത്താണ്. എന്റെ അഹ്ലുബൈത്തിനെ ശ്രദ്ധിക്കണമേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ഒരു മദീനയിലേക്ക് തിരിച്ചെത്തി. ഹബീബായ പ്രവാചകർക്ക് രോഗം ബാധിക്കാൻ തുടങ്ങി. ഒരു ദിവസം അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ സേവകനായിരുന്ന സ്വഹാബിയാണ്. അവരെ വിളിച്ചു. യാ അബാ മുവൈഹിബ ഇന്നി ഖദ് ഉമിർതു അൻ അസ്തഗ്ഫിറ ലിഅഹ്ലിൽ ബഖീ. ജന്നത്തുൽ ബഖീലുള്ളവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. മദീനയിലെ ഖബർസ്ഥാനാണ് ജന്നത്തുൽ ബഖീ. അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ എന്നോട് റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ചിരിക്കുകയാണ്. അഷ്റഫ് കാക്കനാട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ജന്നത്തുൽ ബഖീയിലേക്ക് പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർസ്ഥാനിലേക്ക് പോയി. അപ്പൊ നോക്കൂ, മരണത്തിന്റെ ദൂതുമായി മാലാഖ അണയാൻ ഉറപ്പായി എന്ന മെസ്സേജ് കിട്ടിയപ്പോൾ പുണ്യനബി മരണപ്പെട്ടവരോട് സംസാരിക്കാൻ പോവുകയാണ്. ഏത് യാത്രയുടെ മുന്നേ നമുക്കൊരു പാഠമാണ്. ഹജ്ജിനോ ഉംറയ്ക്കോ പോകുമ്പോൾ മാത്രമല്ല, ഗൾഫിൽ പോകുമ്പോഴോ വിദൂര യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർസ്ഥാനിൽ പോയി അവരോട് സലാം പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മര്യാദയാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, യാ അബാ മുവൈഹിബ ഇന്നി ഖദ് ഉതീതു മഫാത്തിഹ ഖസായിനിദ് ദുനിയാ വൽ ഖുൽദ ഫീഹാ സുമ്മൽ ജന്ന. ഭൂമിയുടെ ഖജനാവിന്റെ താക്കോല്, ഭൂമിയുടെ ഖജാനയുടെ താക്കോല്. ഹബീബിങ്ങളെ മുത്തിന്റെ വാക്ക് കേട്ടോ നിങ്ങൾ. ഭൂമിയുടെ ഖജാനയുടെ താക്കോല്, ഭൂമിയിലെ സ്ഥിരജീവിതം, അതിനുശേഷം സ്വർഗപ്രവേശനം എനിക്ക് നൽകപ്പെട്ടു. മുത്തുനബിയെ, പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഖജായിനയുടെ സമ്പത്തിന്റെ താക്കോല് നിങ്ങൾക്ക് വേണോ? ഭൂമിയിൽ നിങ്ങൾക്ക് സ്ഥിരമായി താമസിക്കണോ നബിയെ? അതല്ല ജന്നത്തുൽ ഫിർദൗസ് വേണോ? അല്ലാഹുവിന്റെ ലിഖാ വേണോ?
തീരുമാനിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രപഞ്ചത്തിലെ ഒരു മനുഷ്യനും അങ്ങനെ ഒരു 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 ഓഫർ നൽകിയിട്ടില്ല, നൽകുകയുമില്ല. ഈ പ്രപഞ്ചത്തിലെ ഒരു പ്രവാചകനോടും അള്ളാഹു ചോദിക്കില്ല, നിങ്ങൾക്ക് ദുനിയാവിന്റെ ഖജാനയുടെ താക്കോല് വേണമോ, നിങ്ങൾക്ക് ദുനിയാവിൽ സ്ഥിര താമസം വേണമോ, ഈ ഒരു ഓപ്ഷൻ ഒരാളോടും അള്ളാഹു ചോദിക്കില്ല. പക്ഷെ മുത്ത് നബിയോട് ചോദിച്ചു, വേണമോ നബിയേ? فخيرت بين ذلك وبين لقاء ربي والجنة. ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ, ഞാനിക്ക് സ്വർഗം തേടാൻ ഞാനത് തെരഞ്ഞെടുത്തു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ മുവൈഹ മറുപടി പറഞ്ഞ എന്താണെന്നറിയോ? അബീ വ ഉമ്മി ഫിദാക യാ റസൂലല്ലാഹ്, എന്റെ മാതാവും പിതാവും അങ്ങേക്ക് സമർപ്പണമാണ് നബിയെ. അങ്ങ് ദുനിയാവിന്റെ ഖജാന തെരഞ്ഞെടുക്ക് നബിയെ, ഈ പ്രപഞ്ചത്തിൽ സ്ഥിര താമസം തെരഞ്ഞെടുക്ക് നബിയെ. ഖിയാമത്ത് നാളോളം സകല മനുഷ്യർക്കും അനുഗ്രഹമായി അങ്ങ് അത് തെരഞ്ഞെടുക്ക് നബിയെ, പിന്നീട് സ്വർഗത്തിൽ പോകാലോ. പക്ഷെ റസൂലുള്ള പറഞ്ഞു, ഫഖയ്യർതു ബൈന ദാലിക വബൈന ലിഖാഇ റബ്ബി വൽ ജന്ന. ഞാൻ അള്ളാഹനെ കണ്ടുമുട്ടലാണ് തെരഞ്ഞെടുത്തത്, സ്വർഗമാണ് തെരഞ്ഞെടുത്തതെന്ന് അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹുവിനോട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജന്നത്തുൽ ബഖയിൽ വെച്ച് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടി, എന്നിട്ട് മടങ്ങി. പ്രഭാതമായപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഫാത്തിന്റെ രോഗം ബാധിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൈമൂന ബിവിയുടെ വീട്ടിലാണെന്ന് റസൂലുള്ള കഴിയുന്നത്. സഫർ മാസം അവസാന ബുധനാഴ്ചയാണത്. ആയിഷ ബീവി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം കഠിനമായപ്പോൾ അവിടുന്ന് ഭാര്യമാരോടെല്ലാവരും ഓടും മൈമൂന ബീവിയുടെ വീട്ടിൽ വരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്നി ലസ്തതിഉ അൽ അദൂറ ബുയൂതകുന്ന ഫഇദാ ശിഅ്തുന്ന അദിൻതുന്ന ലീ. നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ വരാൻ എനിക്ക് സാധിക്കില്ല. റൊട്ടേഷനായിരുന്നു റസൂലുള്ളാഹിക്ക്. ഇന്ന് ആയിഷ ബീവിയുടെ അടുത്താണെങ്കിൽ നാളെ മൈമൂന ബീവിയുടെ വീട്ടില്. അങ്ങനെ എങ്ങനെ മാറി താമസിക്കും? നീതിയായിരുന്നു അത്. അപ്പൊ എല്ലാവരോടും പറഞ്ഞു, എനിക്ക് എല്ലാവരുടെയും വീട്ടിലേക്ക് വരാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് സമ്മതം തരുമോ? ആയിഷ ബീവിയുടെ വീട്ടിൽ താമസിക്കാൻ അനുവാദം തരണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പത്നിമാരോട് സമ്മതം ചോദിച്ചു. ഭാര്യമാരോട് സമ്മതം ചോദിക്കണം. അപ്പൊ മറ്റു ഭാര്യമാർ എല്ലാവരും പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദ് വഹബ്ന അയ്യാമന ലിഉഖ്തിന ആയിഷ. പുണ്യനബിയെ, ഞങ്ങളുടെ ദിവസം ഞങ്ങളുടെ സഹോദരിയായ ആയിഷ ബീവിക്ക് വേണ്ടി കൊടുക്കുന്നു നബിയെ. അതുകൊണ്ട് നിങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിൽ കഴിഞ്ഞോളി. കാരണം ആയിഷ ബീവിയുടെ തൊട്ടടുത്താണ് മസ്ജിദുൻ നബവി. പള്ളിയുമായി ബന്ധപ്പെടാൻ അതാണ് എളുപ്പം. മനസ്സ് നൊമ്പരപ്പെടട്ടെ. നമ്മളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഒരു 3 സ്വലാത്ത് ചൊല്ലിക്കാണ് എല്ലാവരും മനസ്സൊന്ന് നൊമ്പരപ്പെടട്ടെ. ഹബീബിന്റെ വഫാത്തിന്റെ ഏറ്റവും അവസാന നാളുകളിലേക്ക് അടുത്തു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാനൊന്നും പറ്റാത്ത വിധത്തിലുള്ള കഠിനമായ പനി ബാധിച്ചു. 2 പേർക്ക്, നമ്മളിൽ 2 പേർക്ക് ബാധിക്കുന്ന കഠിനമായ പനി മുത്തുനബി ഒരാൾക്ക്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂ ചെയ്തു. സ്വഹാബികളെല്ലാം പള്ളിയിൽ മുത്തുനബിയെ കാത്തിരിക്കുകയാണ്. നമ്മുടെ ഉപ്പാലി, നമ്മുടെ ഉമ്മ, നമ്മുടെ കുട്ടികൾ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കാത്തിരിക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചു. വുളൂ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒരു മയക്കത്തിലേക്ക് വീണു. ആ മയക്കത്തിൽ നിന്ന് ഉണർന്ന റസൂലുള്ള ചോദിച്ചു, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ ആയിഷ? അപറുല്ലാഹും യന്തളിറൂനക്, അവരങ്ങേ കാത്തിരിക്കുകയാണ് നബിയേ. റസൂലുള്ള രണ്ടാമത് ഒന്നു ഉണ്ടാക്കി, രണ്ടാമത് ഒന്നു ചെയ്തു. രണ്ടാമത് റസൂലുള്ള ബോധരഹിതനായി മയക്കത്തിലേക്ക് വീണു. അവിടുന്ന് വീണ്ടും റസൂലുള്ള ചോദിച്ചു, ഉറക്കത്തിൽ നിന്ന്, ഈ മയക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ. അപ്പൊ പനിയുടെ ഒരു കാഠിന്യം എന്താ നോക്കിയോ. അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ ആയിഷ? റസൂലുള്ള പള്ളിയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ലാഹും യന്തളിറൂനക്, ഇല്ല നബിയെ, അവരങ്ങേ കാത്തിരിക്കുകയാണ്. രണ്ടാമത്തെ തവണയും മുത്തുനബി വുളൂ ചെയ്തു. ഹബീബിങ്ങളെ വുളൂ ചെയ്ത് പള്ളിയിലേക്ക് പോകാൻ ഉടനെ ഹബീബിന് ക്ഷീണം വന്നു, തളർന്നു, മയക്കത്തിലേക്ക് വീണു. 3-ാമത്തെ തവണയും ഉണർന്നപ്പോ റസൂൽ ചോദിച്ചു, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ലാ വഹും യന്തളിറൂനക്, അവരങ്ങേ കാത്തിരിക്കുന്നു നബിയെ. എന്താണല്ലേ അതൊരു ഇശാ നിസ്കാരത്തിന്റെ സമയമായിരുന്നു. സമസ്തയുടെയും വാഫിയുടെയും നിലപാട് എന്താണ് ഇപ്പോൾ? മുനീർ BS, എൻ്റെ പൊന്നു മോനെ, സമസ്ത നിലപാട് പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? ഓരോരുത്തരും ഓരോ നിലപാട് പറഞ്ഞില്ലേ? നിങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹിന്റെ വഫാത്ത് പറയുമ്പോൾ നിനക്കിത്, നീ ഹബീബായ നബിയോട് വല്ല സ്നേഹമുള്ള ഒരു ഐഡിയെന്ന് ആണ് ഈ കമന്റ് ചെയ്യുന്നത്. നീ ഇത് കഴിഞ്ഞിട്ട് എന്നോട് പേഴ്സണലായി ചോദിച്ചോ, അല്ലെങ്കിൽ വേറെ എത്ര ഐഡിയയിലുണ്ട് അവിടെയൊക്കെ പോയി ചോദിച്ചൂടെ? ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗാവസ്ഥയുടെ വഫാത്തിന്റെ ഏറ്റവും അവസാന നിമിഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിനക്കിപ്പോ ഒരു വിവാദത്തിൽ നീ അതുപോലെ ഹൈർ ഉദ്ദേശിച്ചിട്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്? ഏതെങ്കിലും ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ എന്നോട് ആ ചോദ്യം ചോദിക്കുന്നത്? അല്ലാതെ നിനക്കതിലൊരു ഹൈർ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ വേറെ എന്തൊക്കെ മാർഗമുണ്ട്? ഞാൻ എൻ്റെ നിലപാടിന്റെ പേജിൽ പറഞ്ഞിട്ടുണ്ട് സഹോദര, അത് വായിച്ചു നോക്ക് പോയിട്ട്. നമ്മൾ ആത്യന്തികമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ത് നിലപാടെടുത്തോ അതിന്റെ കൂടെയാണ് നിൽക്കുന്നത്. പക്ഷെ അതിന്റെ പേരിൽ ഏതെങ്കിലും വ്യക്തിയെയോ ഒന്നും വ്യക്തിപരമായി കുറ്റം പറയുന്ന ഒരാളല്ല ഞാൻ. അത് ഈ വിഷയത്തിലല്ല, ഒരു വിഷയത്തിലും പറയും. ഇതാണ് എൻ്റെ നിലപാട്, എത്രയോ തവണ പറഞ്ഞതാണ്. എന്നിട്ട് അവന് നിലപാടറിയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക റസൂലുള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ. സമസ്തയുടെ നിലപാട് സമസ്തയുടെ പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതന്നെയല്ലേ നമ്മുടെയൊക്കെ നിലപാട്. അതല്ലാതെ വേറെ നിലപാടില്ലല്ലോ. ആയിഷ ബീവിയോട് പറഞ്ഞു, നിന്റെ ഉപ്പാനോട് നിസ്കരിക്കാൻ പറ, ഇമാമത്ത് നിൽക്കാൻ പറ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇമാമായി നിസ്കരിക്കാൻ പറ. അപ്പോ ആയിഷ ബീവി ഒരു വാക്ക് പറയുന്നുണ്ട്, എന്റെ ഉപ്പച്ചി വളരെ ലോല ഹൃദയനാണ് നബിയെ. ഉപ്പാക്ക് അങ്ങയുടെ ഈ അവസ്ഥയുടെ ഇടയിൽ ഇശാ നിസ്കരിക്കുമ്പോൾ ഇമാമത്ത് നിൽക്കുമ്പോൾ പ്രശ്നമാകും. അപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, നീ അബൂബക്കറിനോട് പറ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇമാമായി നിസ്കരിക്കാൻ ആയിഷ ബീവി ഒരു ദൂതനെ പറഞ്ഞയച്ചു.
മുത്തുനബി പറയുന്നു, ആയിഷ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അബൂബക്കർ തങ്ങൾ കരയുകയാണ്. കാരണം എന്താ? 10 മീറ്റർ അടുത്ത് ആയിഷ ബീവിയുടെ വീട്ടിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്നുണ്ട്. ഒരു ചുമരിന്റെ അപ്പുറത്തുണ്ട്. രണ്ടാമത്തെ വിഷമെന്താണെന്നറിയോ? ആ മിഹ്റാബിൽ നിന്നത് പരിശുദ്ധ പ്രവാചകന്റെ കാൽപാദങ്ങളാണ്. മുത്തുനബിയുടെ പിറകിലാണ് സഹാബത്ത് നിസ്കാരത്തിന് നിന്നത്. ഹബീബില്ലാത്ത മിഹ്റാബിൽ ഇമാമായി കയറി നിൽക്കാൻ അബൂബക്കറിന് സഹിക്കുന്നില്ല. അപ്പൊ അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഉമറേ, നിങ്ങൾ എന്റെ കൂട്ടുകാരനല്ലേ, എന്നെ സഹായിക്കില്ലേ നിങ്ങൾ? ഉമർ തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ, നിങ്ങളെ കൂട്ടുകാരനായി കിട്ടുന്നവരെത്ര ഭാഗ്യവാന്മാരാണ്. പറഞ്ഞോളൂ, എന്ത് ഹെൽപ്പാണ്, എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ അബൂബക്കർ തങ്ങൾ പറയുകയാണ്, ഉണ്ടോ, ഇമാമത്ത് നിൽക്കുക എന്ന് പറഞ്ഞ ഒരു ഉമ്മത്തിന്റെ, ഒരു ജനതയുടെ നായകത്വം അല്ലേ? ലോകത്തെ എല്ലാവരും ആഗ്രഹിക്കുന്ന അധികാരമല്ലേ? ആരെങ്കിലുമൊക്കെ നയിക്കാൻ. എല്ലാവരും അങ്ങനെയൊന്നല്ല, ഇഖ്ലാസുള്ളവരുണ്ടാവും. അപ്പൊ നമുക്കൊക്കെ അധികാരം കിട്ടാന്നുള്ളത് ഭയങ്കര ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ? അബൂബക്കർ തങ്ങൾ ആ അവസരത്തിൽ പറഞ്ഞ വാക്കെന്താന്നറിയോ? യാ ഉമറു സല്ലി ബിന്നാസ്, നിങ്ങൾ ഇമാമായി നിസ്കരിക്കോ ജനങ്ങൾക്ക്. നിങ്ങൾ ആലോചിച്ചോക്കെ, നിങ്ങൾ ഇമാമായി നിസ്കരിക്കോ ജനങ്ങൾക്ക്. അപ്പൊ ഉമർ തങ്ങൾ അന്ന് ഞാൻ നിൽക്കാന്ന് പറഞ്ഞ് ചാടി വീണില്ല. അവിടുന്ന് പറഞ്ഞ മറുപടി, യാ അബൂബക്കർ അൻത അഹഖു ബിദാലിക്, അങ്ങാണ് അതിനർഹൻ അബൂബക്കറേ, ഞാനല്ല, നിങ്ങളാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. നോക്കൂ, രണ്ടുപേരുടെയും ഒരു വിനയം കണ്ടോ നിങ്ങള്? രണ്ടുപേരുടെയും ഒരു ഇഖ്ലാസ് കണ്ടോ നിങ്ങള്? അബൂബക്കർ അവന് ചാടിപ്പടഞ്ഞ് നിന്നില്ല. റസൂൽ പറഞ്ഞു, എന്നാ അടുത്ത അധികാരം തനിക്ക് കിട്ടൂലെന്ന് അബൂബക്കർ ചാടുന്നില്ല. ഇതൊക്കെ വലിയ പാഠമാണ്. വഫാത്ത് പറയുമ്പോഴും ഇതൊരു വലിയ പാഠമല്ലേ ഹബീബിങ്ങളെ? അവസാനം അന്നത്തെ ദിവസം മുതൽ അബൂബക്കറാണ് മിഹ്റാബിൽ നിന്നത് റളിയല്ലാഹു അൻഹു. പക്ഷെ ഹബീബിന്റെ കാൽപാദം നിന്ന സ്ഥലത്ത് നിന്നില്ല. ഹബീബിന്റെ കാൽപാദം നിന്ന സ്ഥലത്ത് മിഹ്റാബിൽ കയറി നിന്നില്ല. അബൂബക്കർ ഒരടി പിറകിൽ നിന്നു. കാരണം അവിടെ പതിഞ്ഞ കാൽപാദം ഏതാണ്? സൂര്യചന്ദ്ര നക്ഷത്രഗോള താരപഥങ്ങളെ, മാമലകളെ, സമതലങ്ങളെ, ആറുകളെ, പുഴകളെ, ജലാശയങ്ങളെ അതിജയിച്ച് അർശും കുർശും ലൗഹം കടന്ന് ബൈത്തുൽ ഉസയും ബൈത്തുൽ മഅ്മൂറും കടന്ന് സ്വർണവർണ്ണ ചിത്രശലഭങ്ങൾ പാറി വന്നിരിക്കുന്ന സിദ്റത്തുൽ മുന്തഹയും കടന്ന് ഫിർദൗസ് എന്ന ജന്നത്തും കടന്ന് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന്റെ ദർബാറിൽ, അല്ലാഹുവിന്റെ ഹദീറത്തുൽ ഖുദ്സിൽ നേരിട്ട് ചെന്ന് നിന്ന ഹബീബിന്റെ കാൽപാദം അവിടെ എങ്ങനെ അബൂബക്കർ കയറി നിൽക്കാൻ? നമ്മൾ ഉസ്താദ്മാരുടെ കസേര കയറി ഇരിക്കുവോ? നമ്മളെ പഠിപ്പിച്ചൊരു ഉസ്താദിരുന്ന കസേരയിൽ നമ്മൾ കയറിയിരിക്കോ ഹബീബിങ്ങളെ? നമ്മളിരിക്കില്ല. അപ്പൊ നമ്മളൊരു പരിപാടി പോയാൽ നമ്മുടെ അടുത്ത സ്ട്രീറ്റിൽ ഒരുപക്ഷെ ഉദ്ഘാടകനായ ശൈഖുൽ ജാമിയ ഉണ്ടാവും. അല്ലാഹു കേസുണ്ട്. സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും മഹാന്മാരെ ഉസ്താദ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അവരുടെ കൂടെ തന്നെ ഇരിക്കോ? കുറച്ചതവുള്ളവർ കയറിയിരിക്കില്ല. ഒന്ന് കസേര പിറകിലേക്ക് വലിച്ചിടും. ഇനി അവരുടെ വീട്ടിലോ അവരുടെ സ്ഥാപനത്തിലോ പോയി അവരുടെ കസേര കയറി ഇരിക്കുകയോ ഇല്ല. നമ്മൾ പള്ളിയിൽ ഉസ്താദിന്റെ കസേര കയറി ഇരിക്കുകയോ? അത് അദബാണ്. അല്ലെങ്കിൽ അവരുടെ അധികാരത്തിൽ ഞാൻ കയറിയിരിക്കണമെന്ന് ആഗ്രഹിക്കുകയോ? അദബുള്ളവർ അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന സ്ഥലത്ത് അബൂബക്കർ നേരെ ചവിട്ടി നിന്നില്ല. വിറച്ചു പോകൂലേ? ഹബീബിന്റെ കാൽപാദം തട്ടിയ സാഹിബുൻ നഅലൈൻ എന്ന പേര് കിട്ടിയ ഒരേ ഒരു പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ. ചെരിപ്പിന്റെ ഉടമസ്ഥൻ എന്ന പേര് കിട്ടിയ ആളാണ്. ഞാന് എന്റെ ഉസ്താദ് ഫോണിൽ സംസാരിക്കുകയാണ്, അറിയാതെ
അൽ ഉസ്താദ് എന്ന് ഞാൻ അടിച്ചിരുന്നു. അത് വന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അത് വന്നാൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കും. എത്രയോ മൈലുകൾക്കപ്പുറം നിന്നിട്ട് ഉസ്താദ് ഫോൺ വിളിക്കുന്നു, ഞാൻ ഇവിടെ കസേരയിൽ ഇരിക്കില്ല, എഴുന്നേറ്റ് നിൽക്കും. അത് വേണിച്ച് എഴുന്നേറ്റ് നിൽക്കുകയല്ല, കാരണം ഇവിടെ ആരും ബോധ്യപ്പെടുത്താനൊന്നുമില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എഴുന്നേറ്റ് നിന്നിരിക്കും. ഒരുപക്ഷെ സംസാരം കഴിയുന്ന മുഴുവൻ സമയവും ചിലപ്പോൾ നിന്ന് സംസാരിച്ചോളണമെന്നില്ല, ചിലപ്പോൾ ഇരിക്കും. പക്ഷെ ആ ഫോൺ വന്ന ആദ്യത്തെ അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞ സമയമുണ്ടല്ലോ, അപ്പൊ നമ്മൾ ഇരിക്കാറില്ല, വണ്ടിയിലാണെങ്കിൽ പോലും. പിന്നെ അതല്ല, ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത സന്ദർഭമാണെങ്കിൽ ഞാൻ ഫോൺ എടുക്കില്ല. പൊതുവെ ഞാൻ ഫോൺ എടുക്കാത്ത ഒരു ആരോപണമുണ്ട്, ഫോൺ എടുക്കില്ല എന്ന് നിങ്ങൾക്കൊക്കെ ഒരു പരാതി ഉണ്ടല്ലോ. പക്ഷെ ഉസ്താദിന്റെ ഫോൺ എന്തായാലും ചാടി വീണെടുക്കും. പക്ഷെ സംസാരിക്കാൻ ഒരു അതബോടെ സംസാരിക്കാൻ പറ്റാത്ത സന്ദർഭമാണെങ്കിൽ ഞാൻ ഫോൺ എടുക്കില്ല. എല്ലാവരും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും, കാരണം അത് അതബിന്റെ ഭാഗം. ഇപ്പൊ ഉസ്താദ് നമ്മളെ കാണണമെന്നില്ല, അത് നമ്മുടെ ഒരു അതബാണ്. ഞാൻ പറയുന്നത് റസൂലുള്ളാഹി നിന്ന സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു ഉമറിനോട് റളിയല്ലാഹു നിൽക്കാൻ വേണ്ടി പറയുന്നത്. ഉമർ റളിയല്ലാഹുവിന്റെ അതവ് പാലിച്ചിട്ടാണ് അബൂബക്കർ റളിയല്ലാഹു നിൽക്കേണ്ട സ്ഥലത്ത് കയറി നിൽക്കാതിരുന്നത്. അവസാനം ഗത്യന്തരമില്ലാതെ അബൂബക്കർ റളിയല്ലാഹു നിൽക്കുമ്പോൾ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാൽപാദം ചവിട്ടിയ ഭാഗത്ത് കയറി നിൽക്കാത്തത് അതുകൊണ്ടാണ്. നമ്മുടെ ശിഹാബ് തങ്ങൾ എലമ്പുളശ്ശേരി കമന്റ് ചെയ്തിട്ടുണ്ട്, ആരോപണമല്ല സത്യമാണ്, അതാ ഫോൺ എടുക്കില്ല എന്നുള്ള ആരോപണമല്ല സത്യമാണ്. അത് കേട്ടിട്ട് അന്തു ചന്തൂത്ത് ചിരിക്കുന്നുണ്ട്, അവർക്കറിയാം. ഓക്കെ, അവസാനം അന്ന് ഇശാ മുതൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിൽക്കാൻ തുടങ്ങി. ഹബീബിന് രോഗം കഠിനമായി. സ്വഹാബത്ത് മുഴുവൻ പള്ളിയുടെ ചുറ്റും കൂടി നിന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കൽ ചെന്ന് ജനങ്ങൾ കൂടി നിൽക്കുന്ന വിവരം പറഞ്ഞു. ശേഷം ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും നബിയോട് ചെന്ന് ജനങ്ങളുടെ ആശങ്ക പങ്കുവച്ചു. നബിയെ, പള്ളിയുടെ ചുറ്റും മുഅ്മിനീങ്ങൾ തടിച്ചുകൂടുകയാണ്, അങ്ങയുടെ അവസ്ഥ എന്തെന്നറിയാൻ. പിന്നെ അലി റളിയല്ലാഹു അൻഹു കയറി വന്നിട്ട് പറഞ്ഞു, നബിയെ, ആളുകളൊക്കെ ആശങ്കയിലാണ്, വിഷമത്തിലാണ്, അവസ്ഥ എന്തെന്നറിയാൻ. അപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുകരം നീട്ടി, അവിടുത്തെ ഇടനൂറാനിയത്തിന്റെ തിരുകരം നീട്ടി അവര് ഹബീബിന്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, മാ തഖൂലൂന, ജനങ്ങൾ എന്താണ്, അലി, അബ്ബാസേ, എന്താണ് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു, നഖ്ശാ അൻ തമൂത്ത്, അങ്ങ് വഫാത്തായി പോകുമോ എന്ന് ജനങ്ങൾ ഭയക്കുന്നു നബിയേ. ഹബീബിങ്ങളെ, നമ്മൾ ആയിഷബിയുടെ വീടിന്റെ പുറത്താണ്, ആ കൂട്ടത്തിൽ നമ്മളുമുണ്ട്. നമ്മൾ മനസ്സുകൊണ്ട് യാത്ര പോകുന്നവരല്ലേ. എന്തായിരിക്കും റസൂലുള്ളാഹിന്റെ റൂമിന്റെ ഉള്ളിൽ നിന്നൊരു വിവരം കിട്ടാതെ പുറത്തു നിൽക്കുന്ന സ്വഹാബത്തിന്റെ മനസ്സിലെ ഒരു സങ്കടം എന്താകും? നമ്മുടെ മാതിരി സ്നേഹിച്ചവരല്ല അവർ. അധമ്യമായ പ്രണയം കൊണ്ട് ഹബീബിനെ മൂടിയവരാണ്. അപ്പൊ അവര് പറയാണ്, നബി വഫാത്താകോ, ഹബീബുള്ള മരിച്ചോ എന്നാണ് അവര് പറയുന്നത്. നബിയേ, നിങ്ങൾ ഈ സംഭവം കേട്ടിട്ടുണ്ടോന്നറിയില്ല. ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ തലയിലൊന്ന് കെട്ടിത്തരൂ, ഭയങ്കരമായ പനിയാണ്, തലവേദനയാണ്, അതിന്റെ തലയിലൊന്നിങ്ങനെ മുറുക്കി കെട്ടണം, എനിക്ക് പള്ളിയിലേക്ക് പോകണം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു തുണിയെടുത്ത് ഹബീബായ റസൂലുള്ളാഹിന്റെ തലയിലിട്ട് കൊടുത്തു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ ഹബീബായ നബി കൈയിട്ടു. ആരാണ് കൈയിട്ട് നടക്കുന്നത്? ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കടക്കുകയാണ് റസൂൽ. നേരെ നടക്കാൻ എന്റെ ഹബീബിന് കഴിയുന്നില്ല. ഹബീബിന്റെ കാലുകൾ മണലിൽ ഇങ്ങനെ വേച്ചാണ് പോകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. മഖാമേ മുസ്തഫ ക്യാ ഹേ, മുസ്തഫ മഖാമേ ക്യാ ഹേ. റസൂലുള്ളാഹിന്റെ കാലിങ്ങനെ മണ്ണിലൂടെ ഒരതിയാണ് നിങ്ങൾ തോളിൽ കൈയിട്ടിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം.
അവിടുന്ന് മിമ്പറിലേക്ക് കയറ്റിയിരുത്തി ഹബീബായ പ്രവാചകൻ തന്റെ ഉമ്മത്തിനോട് അവസാനമായി സംസാരിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, നമ്മൾ പള്ളിയിലുണ്ട്. മനസ്സുകൊണ്ട് മദീനയിലേക്ക് യാത്ര ചെയ്യുന്ന സംഘമേ, നമ്മൾ പള്ളിയിലുണ്ട്. റസൂൽ പറയാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നി മുലാഖി റബ്ബി, ഇന്നി മുലാഖിൻ റബ്ബി ഫസൗഫ ഉഖ്ബിറുഹു ബിമാ അജബ്തുമൂനി ബിഹി. ജനങ്ങളെ, ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ പോവുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, മൻ സബ്ബബ്തുഹു ഔ ശതംതുഹു, നിങ്ങളെ ആരെങ്കിലും ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ടോ സഹാബ? നിങ്ങളെ ആരെങ്കിലും ഞാൻ ദേഷ്യപ്പെട്ട് ശകാരിച്ചിട്ടുണ്ടോ സഹാബ? ഔ അഖൽതു മിൻ മാലിഹി, നിങ്ങളുടെ ആരുടെയെങ്കിലും സമ്പത്ത് ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടോ സഹാബ? ആരുടെയെങ്കിലും കടം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരുന്നിട്ടുണ്ടോ സഹാബ? ഫൽയഖ്തസ്സ മിന്നിൽ ആൻ ഖബ്ല അൻ ലാ യകൂന ദിർഹബൻ വലാ ദീനാറാ. ഒരു ദിർഹമോ ഒരു ദീനാറോ ഇല്ലാതിരിക്കുന്നതിന് മുമ്പ്, അതായത് പരലോകത്ത് ഞാൻ എത്തുന്നതിന് മുമ്പ്, നിങ്ങൾ എന്നോടത് പകരമെടുക്കണം. ചീത്ത പറഞ്ഞവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്ക്. ഞാൻ ആരെങ്കിലും ശകാരിച്ചിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്ക്. മുഹമ്മദ് ഒരു ദിർഹമോ ദീനാറോ ആർക്കെങ്കിലും തരാനുണ്ടെങ്കിൽ ഒരു ദീനാറും മുഹമ്മദിന്റെ കയ്യിലില്ലാത്ത ദിവസം എത്തുന്നതിന് മുമ്പ്, അതായത് പരലോകത്ത് എത്തുന്നതിന് മുമ്പ് ഈ സമയത്തവര് പകരമെടുക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീബിങ്ങളെ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് പറഞ്ഞപ്പോൾ സഹാബികളെ ഞാൻ ശ്രദ്ധിച്ചു. അവരോരോരുത്തരും അവരുടെ തല രണ്ട് കാലുകൾക്കിടയിൽ വെച്ച് കരയുകയായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു. ഉറക്ക കരയാൻ പറ്റില്ല റസൂലുള്ളാഹിന്റെ അടുത്ത് വെച്ചിട്ട്. അതുകൊണ്ട് എല്ലാ സ്വഹാബിയന്മാരും തല ഇങ്ങനെ രണ്ട് കാലിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് വിങ്ങി വിങ്ങി കരയുകയാണ്. കണ്ണീർ മഴ ചൊരിയുകയാണ് മദീന. ഹബീബിങ്ങളെ, നിങ്ങളുടെ കണ്ണൊന്ന് നിറയട്ടെ, കൽബൊന്ന് പൊട്ടട്ടെ, ആ രംഗമൊന്ന് മനസ്സിലിങ്ങനെ സങ്കല്പിച്ചു നോക്ക്. എന്താലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ?
ഹബീബിങ്ങളെ ഹബീബിങ്ങളെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് കരയും. ആരെയും ബോധിപ്പിക്കാനല്ല. ആരുമില്ലല്ലോ നിങ്ങളുടെ അടുത്ത്. എൻ്റെ അടുത്തും ആരില്ല, നിങ്ങൾ കാണുന്നതേ ഉള്ളൂ. ഇന്നത്തെ രാത്രി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ പറ്റും. ആ രംഗത്തിന്റെ ഒരു വിഷമം എന്തായിരുന്നു? സഹാബത്ത് തല ഇങ്ങനെ കാലിന്റെ ഇടയിലേക്ക് വെച്ച് വിങ്ങി വിങ്ങി കരയുകയാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, അയ്യുഹന്നാസ് അല്ലാഹുമ്മ മൻ സബ്ബബ്തുഹു ഔ ശതംതുഹു ഔ അഖദ്തു മിൻ മാലിഹി ഔ ലറബ്തുഹു. ഞാൻ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ, ചീത്ത പറഞ്ഞിട്ടുണ്ടോ? എന്തിനാ റസൂൽ അങ്ങനെയൊക്കെ ചോദിക്കണല്ലേ? അഥവാ റസൂൽ ആരും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും ഈ സമയത്ത് റസൂലിനോട് പ്രതികാരം ചോദിക്കും. ഇവിടെ നമുക്കൊരു പാഠമാണ്. നമ്മൾ ആരെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരോടെങ്കിലുമൊക്കെ അനാവശ്യമായി ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലുമൊക്കെ അനാവശ്യമായി അടിച്ചിട്ടുണ്ടെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പൊരുത്തപ്പെടിച്ചിട്ടാണ് യാത്ര പോകുന്നത്. ഈ ലോകത്ത് ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ ഹബീബിങ്ങളെ? നമ്മൾ ആരോടെങ്കിലും പൊരുത്തപ്പെടാൻ നമുക്ക് അവസരം ഉണ്ടാവുമോ? ഒരു ആക്സിഡന്റിലാണ് മരിക്കുന്നതെങ്കിൽ ഇതിന് അവസരം കിട്ടുമോ? നിങ്ങൾ എപ്പോഴും ആലോചിച്ച് നോക്കിയിട്ട്. ഞാൻ വലിയ ഇബാദത്തിന്റെ കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്. ജനങ്ങളുമായിട്ടുള്ള കോൺവെക്കേഷനിൽ, അവരുള്ള ഇന്ററാക്ഷനിൽ നമ്മൾ പലരുടെയും ഈബത്ത് പറഞ്ഞിട്ടില്ലേ, നമീമത്ത് പറഞ്ഞിട്ടില്ലേ? പൊരുത്തപ്പെടിക്കാൻ പറ്റുമോ? അള്ളാന്റെ റസൂൽ പൊരുത്തപ്പെടിക്കുകയാണ്. പെരുത്തു പാടാണ് ഹബീബിങ്ങളെ. എന്നിട്ട് അവര് പറയാണ്, റസൂൽ പറയാണ്, ഫജൽഹാ റഹ്മത്തൻ ഇൻദക. അങ്ങനെ ചെയ്തിട്ടില്ല അത് നീ അവർക്ക് റഹ്മത്താക്കണേ അല്ലാ. റസൂൽ ദ്വാരക്കുക, ഞാൻ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബേ, ഞാൻ ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബേ, അതവർക്ക് റഹ്മത്താക്കണേ അല്ലാ. ഇത് കേട്ടപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഫദൈനാക ബിആബാഇനാ വഉമ്മഹാതിനാ യാ റസൂലല്ലാഹ്. ഞങ്ങളുടെ വാപ്പിമ്മയ്ക്ക് അങ്ങേക്ക് സമർപ്പണമാണ് നബിയേ. ചിലർ ആഗ്രഹിച്ചു അത്രേ, റസൂലുള്ള എന്നെ ജീവിതത്തിൽ ഒന്ന് ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, റസൂലുള്ള എന്നെ ഒന്ന് തല്ലിയിട്ടുണ്ടായിരുന്നെങ്കിൽ, കാരണം അത് റഹ്മത്താക്കണേ എന്നാണ് പ്രവാചകരുടെ ദുആ. ഹബീബ് അത് പ്രസംഗിച്ചു, ആരും ഒന്നും മിണ്ടിയില്ല. ഉക്കാശ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം ഉദ്ധരിക്കാറുണ്ട്. അത് നിങ്ങൾ കേട്ട സംഭവമായതുകൊണ്ട് ഞാനതിവിടെ പറയുന്നില്ല. കേട്ടത് പരമാവധി പറയാതിരിക്കാൻ വേണ്ടി. ഉക്കാശ റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിക്കുന്നതും റസൂലുള്ളാഹിനെ തുരുതുര ചുംബിക്കുന്നതും ഒക്കെ അവിടെയുണ്ട്. റസൂലുള്ള ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് തന്നെ മടങ്ങുകയാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബഹി നിസ്കാരത്തിന്റെ സമയം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിക്കുകയാണ്. ആയിഷ ബീവിയുടെ വീടിന്റെ ജനവാതിലിന്റെ വിരിപ്പിങ്ങനെ മാറ്റി റസൂലുള്ളാഹി ഒന്ന് ഒളിഞ്ഞു നോക്കി. ഹബീബ് നിന്ന മെഹ്റാബിലേക്ക്, ലോകത്തിന് മഹാവെളിച്ചം നൽകിയ നായകൻ, ആകാശവും ഭൂമിയും കാത്തുനിന്ന നായകൻ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും താരാപഥങ്ങളും ആഘോഷിച്ച പ്രവാചകൻ, ജാഅത്ലി ദഅവതിൽ അശ്ജാറു സാജിദത്തൻ തംശീ ഇലൈഹി അലാ സഖിം ബിലാ ഖദമീ. മരം ആടി വിളിച്ചപ്പോൾ നടന്നു വരപ്പെട്ട പ്രവാചകൻ ജനവാതിലൂടെ തന്റെ ഉമ്മത്തിനെ ഇങ്ങനെ നോക്കുകയാണ്. ജനവാതിലൂടെ ഇങ്ങനെ നോക്കുകയാണ് റസൂലുള്ളാഹ്. നമ്മുടെ ഉമ്മ നമ്മളെ നോക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ. ഉമ്മ രോഗിയായി കിടക്കുക, നമ്മളിങ്ങനെ സിറ്റ് ഔട്ടിലിരിക്കുക, റസൂൽ നമ്മുടെ ഉമ്മ ജനവാതിലൂടെ നമ്മളെ നോക്കുന്നതെന്ന് അങ്ങനെ ആലോചിച്ചിട്ടെങ്കിലും ഒന്ന് കരച്ചിൽ വരാൻ വേണ്ടിയാ. നമ്മുടെ ഉപ്പ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മളിങ്ങനെ നോക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അവിടത്തെ മുഖമുണ്ടല്ലോ മുസ്ഹഫിലെ പേജ് പോലെയാണ്. അപ്പൊ എനിക്ക് തോന്നിയത്
എന്ന് വെച്ചാൽ തിളങ്ങുകയായിരുന്നു റസൂലുള്ളാന്റെ മുഖം. ഹബീബിങ്ങളെ, ഒരു കാര്യം കൂടി ഞാൻ അതിനോട് ആഡ് ചെയ്ത് പറയാം. ഹബീബായ പ്രവാചകരുടെ വഫാത്തിന് മുന്നേ സ്വഹാബത്ത് അവസാനമായി റസൂലുള്ള ചിരിച്ചത് കണ്ടത് ഈ ഒരു ഒറ്റ തവണയാണ്. പിന്നെ ഹബീബ് ചിരിച്ചിട്ടില്ല. പിന്നെ റസൂലുള്ള ചിരിച്ചിട്ടില്ല. പിന്നെ എന്റെ നബി ചിരിച്ചില്ല. പിന്നെ റസൂലുള്ള ചിരിക്കണ ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് അനസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ റസൂലുള്ള ചിരിക്കുന്നത് കണ്ടപ്പോൾ ഫഹമംനാ അൻ നഫ്തതിന മിനൽ ഫറഹി ബിറുയത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ചിരി കണ്ടപ്പോൾ ഞങ്ങളുടെ നിസ്കാരം പിഴക്കുമോ എന്നുപോലും ഞങ്ങൾ ഭയന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബിങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിസ്കാരത്തിലാണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹബീബിനെ ഞങ്ങൾ കണ്ടു, ഹബീബ് ഞങ്ങളോട് ചിരിക്കുകയാണ്. ആ ചിരി കണ്ടപ്പോ ഹമംനാ അൻ നഫ്തിന മിനൽ ഫറഹി ബിറുയത്തിൻ നബി. റസൂലുള്ളാഹിനെ കണ്ടുകൊണ്ട് നിസ്കാരം അങ്ങ് ബാത്തിലാകോ ഞങ്ങൾ പേടിച്ചു. കാരണം ഫറഹ, ഭയങ്കരമായ സന്തോഷമായി. ഞങ്ങൾക്ക് നിസ്കാരത്തിൽ അങ്ങനെ സന്തോഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പേടിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരികയാണെന്ന് കരുതിപ്പോയ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിൽക്കുന്ന മിഹ്റാബിൽ നിന്ന് പിന്നിലെ സഫിലേക്ക് കാലെടുത്തു വെച്ചു. നബി വന്നാൽ പിന്നെ ഇമാമ് നിൽക്കേണ്ടത് റസൂലുള്ളാഹല്ലേ. 1,24,000 വരുന്ന അമ്പിയാക്കൾക്ക് മിഹ്റാജിൽ ഇമാമ് വന്ന നബിക്ക് ഇമാമായി നിൽക്കാൻ അബൂബക്കറിന് എങ്ങനെ കഴിയാനാ? സഫിലേക്ക് നീങ്ങാൻ തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, നിസ്കാരം പൂർത്തീകരിക്കൂ. റസൂലുള്ള വിരിപ്പ് താഴേക്കിട്ടു. ഹബീബിങ്ങളെ, ഹബീബിന്റെ ചിരി കണ്ടപ്പോൾ
വിരിപ്പ് നീക്കിയത് കണ്ടപ്പോൾ സഹാബത്തിന് ഉറപ്പായി റസൂലുള്ളാഹിന്റെ അസുഖമൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാവർക്കും വലിയ സന്തോഷമായി. അനസ് എന്ന് പറഞ്ഞില്ലേ, ഫറഹ. എല്ലാവരും അവരുടെ പതിവ് രീതികളിലേക്ക് മാറി. സുബഹിസ്കാരം കഴിഞ്ഞ് എല്ലാവരും മദീനയിൽ ചർച്ചയായി, മുത്തനബിയുടെ അസുഖം മാറിയിട്ടോ, ഹബീബ് ചിരിച്ചിട്ടോ എന്നെല്ലാവരും പറഞ്ഞു. പക്ഷേ അലി റളിയല്ലാഹു അൻഹു വരെ സന്തോഷിച്ചു, നബിക്കൊന്നും പറ്റൂല എന്ന് എഴുതി. പക്ഷെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹ്, പടച്ചോനെ തന്നെ സത്യം, ലി അറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗഫ യുതവഫാ മിൻ വജഇഹി ഹാദാ, ഈ രോഗത്തിൽ റസൂലുള്ളാഹി വഫാത്താകുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം അബ്ദുൽ മുത്തലിബിന്റെ മക്കളുടെ മരണസമയത്ത് അവരുടെ മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ മരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേപോലെയായിരുന്നു അവരുടെയൊക്കെ മുഖം. അതുകൊണ്ട് അലി, നമ്മുടെ നബി യാത്രയാകാൻ സമയമായിട്ടുണ്ട് കേട്ടോ. ആയിഷ ബീവി പറയാണ്, എല്ലാവർക്കും സന്തോഷമായിരുന്നു നബിയുടെ രോഗശമനത്തിൽ. വല്ലാത്തൊരു തെളിച്ചം റസൂലുള്ളാഹിന്റെ മുഖത്ത്. വീട്ടില് ഭാര്യമാരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരെ ദൂരേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞു, ഇതാ മലക്കുൽ മൗത്ത് എന്നോട് അകത്ത് പ്രവേശിക്കാൻ സമ്മതം ചോദിക്കുന്നുണ്ട്. അതിന് നിങ്ങളെല്ലാം ഒന്ന് പുറത്തേക്ക് പോ. ഉഖ്റുജുനാ അന്നി ഹാദൽ മലക് യസ്തഅ്ദിനു അലയ്യ, നിങ്ങളിവിടെ ഉള്ളത് കാരണം മലക്കുകൾ അവിടെ മാറി നിൽക്കുകയാണ്, റൂമിൽ നിന്ന് എല്ലാവരും പോകൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില വീടുകളിൽ മലക്കുൽ മൗത്ത് പ്രവേശിക്കില്ല, അല്ലെങ്കിൽ റഹ്മത്തിന്റെ മലക്ക് പ്രവേശിക്കില്ല. ചില കാരണങ്ങളുണ്ടായാൽ അത് ഓർക്കുക. ആയിഷ ബീവി പറയാം, വീട്ടിലുണ്ടായിരുന്ന ഞാനല്ലാത്ത എല്ലാവരും പുറത്തേക്കിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. അപ്പൊ പെണ്ണായത് കൊണ്ടല്ല മലക്കുകൾ അവിടെ കാത്തുന്നത്. അങ്ങനെയാണ് ഈ ആയിഷ ബീവിയുടെ ഉണ്ടല്ലോ, ആ പത്തിമാരിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരാളുടെ മുടി കാണുകയോ, വീടിന്റെ ഉള്ളിലല്ലേ, അല്ലാഹു അഅലം, എനിക്കതിന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. എന്തോ ആയിഷ ബീവി അല്ലാത്ത എല്ലാവരും പുറത്തിറങ്ങാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഹദീസിലുണ്ട്. ഉഖ്റുജ്നാ അന്നി ഹാദൽ മലക്കു യസ്തഅ്ദിനു അലയ്യ. അല്ലെങ്കിൽ ഒരുപക്ഷെ കുറെ ആളുകളുള്ള ഒരു തിരക്കിൽ വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കാം, അല്ലാഹു അഅലം. ആയിഷ ബീവി പറയാണ്, എന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിരുന്നു. ഞാനൊരു റൂമിന്റെ ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. അപ്പൊ ആ മലക്കുൽ മൗത്തല്ല, ഒരു മലക്ക്, ആ മലക്കുമായി കുറെ നേരം റസൂലുള്ളാഹി സംസാരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആയിഷ ബീവിയുടെ ഒരു ഭാഗ്യമോ സൗഭാഗ്യമോ എന്താ പറയാ, ഒരു മലക്ക് വരുന്നു എന്ന് പറഞ്ഞ റസൂലുള്ളാഹി ഒരു മലക്കിനോട് സംസാരിക്കുന്നു. ആയിഷ ബീവി അതൊരു മൂലയിൽ നിന്ന് കാണുന്നു. എന്നിട്ട് ആ മലക്ക് പോയപ്പോ ആയിഷ ബീവിയുടെ മടിയിൽ വീണ്ടും തലവെച്ച് കിടന്നു. മറ്റു ഭാര്യമാരോട് അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ വന്നതാരാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അത് മലക്കുൽ മൗത്താണ്. അതെ, മലക്കുൽ മൗത്ത് തന്നെയാണ് വന്നത്. ഞാൻ അല്ല എന്ന് പറഞ്ഞത് ആദ്യത്തെ വാക്കിൽ മലക്കുൽ മൗത്താന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഒരു മലക്ക് വന്നിട്ടുണ്ട് എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താണ് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. മലക്കുൽ മൗത്ത് എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? ഇന്നല്ലാഹ അസ്സ വജൽ അർസലനി വഅമറനി അല്ലാ അദ്ഖുല അലൈക ഇല്ലാ ബിഇദ്നി, അങ്ങയുടെ സമ്മതം കൂടാതെ ഉള്ളിലേക്ക് പ്രവേശിക്കരുത്. ഇല്ലെങ്കിൽ തിരിച്ചു പോരാനാണ് പറഞ്ഞത്.
അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രം റൂഹ് പിടിച്ചാൽ മതി എന്ന് അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഫമാദാ അമറക്, അങ്ങയുടെ തീരുമാനം എന്താണ്? റസൂലുള്ളാഹി പറയാണ്, ജിബ്രീൽ വരുന്നത് വരെ കാത്തിരിക്കണം, എനിക്ക് എൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കണം. ഇത് ജിബ്രീൽ വരുന്ന സമയമാണ് അസ്റായീലേ, അതുകൊണ്ടൊന്ന് പുറത്തേക്ക് പോകൂ. ഹബീബിങ്ങളെ നോക്കൂ, ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ ഹബീബിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായ ജിബ്രീൽ അലൈഹിസ്സലാം വരാൻ വേണ്ടി കാത്തു നിന്നു. അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹു കൂട്ടുകാരനല്ലാത്തത് കൊണ്ടല്ല, ജിബ്രീലിനോട്, ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോട് നമ്മൾ കുറെ രഹസ്യങ്ങൾ പങ്കുവെക്കും അല്ലെ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്, സലാം ചൊല്ലി. അപ്പോഴും റൂമിലുണ്ടായിരുന്നവരെല്ലാം പുറത്തേക്കിറങ്ങി. ആയിഷ ബീവി അവിടെ ഉണ്ടാകണം, കാരണം അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ആയിഷ ബീവിയല്ലേ ഉദ്ധരിക്കേണ്ടത്. ഹബീബിങ്ങളെ നിങ്ങൾ ആ പോയിന്റ് ശ്രദ്ധിക്കും. റസൂലുള്ളാഹി വഫാത്തായ പിന്നെ അവിടെ സംഭവിച്ചതൊക്കെ ആരാണ് ലോകത്തോട് പറയുക? അതുകൊണ്ടാണ് ആയിഷ ബീവി അവിടെ ഉള്ളത്. അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട് നബിയേ. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു നിങ്ങളുടെ രോഗവിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു സന്തോഷത്തിന്റെ വർത്താനം, അല്ലാതെ അള്ളാഹ്ക്ക് രോഗങ്ങൾ അറിയാത്തത് കൊണ്ടല്ലല്ലോ. ഏറ്റവും അടുത്ത ആളുകളുടെ അന്വേഷണങ്ങൾ, നമ്മൾ രോഗിയായി കിടക്കുമ്പോൾ പൈസ ഒന്നും തരണ്ട, എങ്ങനെയാണ്, സുഖമാണോ, ഒരു അന്വേഷണം വാട്സപ്പിൽ, ഒന്ന് ഫോൺ വിളിച്ച്, ഒരു കമന്റിൽ, അങ്ങനെ പറയുന്നതൊക്കെ നമുക്ക് ഭയങ്കരമായ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കും. ഇവിടെ അള്ളാഹു വിവരം അന്വേഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വിവരം അറിയാത്തത് കൊണ്ടല്ല, അള്ളാഹു തന്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്നുണ്ടല്ലോ എന്നൊരു പോസിറ്റീവ് എനർജി അതിലൂടെ ലഭിക്കും. അപ്പൊ രോഗിയായി ആരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ കിടന്നാൽ ഒന്ന് അന്വേഷിക്കുക, സാമ്പത്തിക സഹായം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ടെങ്കിലും സഹായിക്കുക, നല്ലതാണത്. അതവർക്ക് ഈ മെഡിസിനേക്കാൾ ചിലപ്പോൾ ഫലം ചെയ്യുക ഇത്തരം മാനസികമായ പിന്തുണകളായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോ ഈ സംഭവം ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ പറയുന്നുണ്ട്, അള്ളാഹുവിനെ അറിയാമെങ്കിലും അങ്ങയോടുള്ള ആദരവും ബഹുമാനവും വർദ്ധിപ്പിക്കാൻ മറ്റു സൃഷ്ടിജാലങ്ങളെക്കാൾ അങ്ങേക്കുള്ള മഹത്വം പൂർത്തിയാക്കി തരാനും അങ്ങയുടെ സമുദായത്തിന് ഇതൊരു ചര്യയാക്കി മാറ്റാനുമാണ് നബിയെ അള്ളാഹു നിങ്ങളുടെ അന്വേഷണം നടത്തിയത്. നോട്ട് ദ പോയിന്റ്. ഞാൻ ആ ഭാഗം നോക്കുന്നതിന് മുമ്പ് എൻ്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞതാണ്. ആ അഭിപ്രായം തന്നെയാണ് ജിബ്രീൽ അലൈഹി സ്വലാം പറയുന്നത്. അങ്ങയോടുള്ള റെസ്പെക്ട്, അങ്ങയോടുള്ള ആദരം, അങ്ങയോടുള്ള ബഹുമാനം, അങ്ങയോടുള്ള സ്നേഹം, അത് വർദ്ധിപ്പിക്കാൻ മറ്റു സൃഷ്ടിജാലങ്ങൾക്ക് അങ്ങയോടുള്ള മഹത്വം പൂർത്തീകരിച്ചു തരാൻ. എന്ന് വെച്ചാൽ അള്ളാഹു വിശേഷം ചോദിച്ച മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ പോയിന്റ്, അങ്ങയുടെ ഉമ്മത്ത് ഇതൊരു ചര്യയാക്കാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും രോഗിയായി കിടന്നാൽ സുഖാന്വേഷണം നടത്തണം, അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അബ്ശിർ, സന്തോഷിക്കൂ നബിയെ, ഫഇന്നല്ലാഹ തആല അറാദ അൻ യുബല്ലിഅക മാ അഅദ്ദ ലക, അങ്ങേക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് അങ്ങയെ എത്തിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു നബിയെ. യാത്രയാകാൻ സമയമായിട്ടുണ്ട് നബിയെ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മലക്കുൽ മൗത്ത് വന്ന്, അല്ല റസൂലുള്ളാഹി പറഞ്ഞു, മലക്കുൽ മൗത്ത് വന്ന് റൂഹിനെ പിടിക്കാൻ സമ്മതം ചോദിച്ചു. അപ്പൊ ഞാൻ ജിബ്രീലിനെ കാണണമെന്ന് പറഞ്ഞ് മടക്കി വിട്ടതാണ് ജിബ്രീൽ. അപ്പോൾ ജിബ്രീൽ പറയുകയാണ്, അങ്ങയെ കാണാൻ അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട് നബിയേ. എന്താ, അള്ളാഹ്ക്ക് റസൂലിനെ കാണാഞ്ഞിട്ടാണോ? ഒക്കെ ഒരുപാട് ചിന്തിക്കേണ്ട വാക്ക്. അങ്ങയെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണെന്ന് അങ്ങേക്ക് അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ലേ? മലക്കുൽ മൗത്ത് അങ്ങയോടല്ലാതെ മറ്റൊരാളോടും ഇതുവരെ റൂഹ് പിടിക്കാൻ സമ്മതം ചോദിച്ചിട്ടില്ല നബിയേ. ഇനി ഖിയാമത്ത് നാള് വരെ ഇനി ഒരാളോടും സമ്മതം ചോദിക്കില്ല നബിയേ. അവൻ അള്ളാഹു നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. സലാം പറഞ്ഞ് ജിബ്രീൽ മടങ്ങിപ്പോയി. അതൊരു ളുഹാ സമയത്താണ്. വീണ്ടും റസൂലുള്ളാഹിന്റെ സമ്മതപ്രകാരം ഭാര്യമാർ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. കൂട്ടത്തിൽ മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ കടന്നു വന്നു.
ഒരു മണിക്കൂറായോ ഒന്ന് പറയൂട്ടോ. നിങ്ങൾ എത്ര മണിക്ക് തുടങ്ങി? 10:40 11:40 പറയൂട്ടോ. 11:40 ബാക്കി നമുക്ക് മറ്റൊരു ദിവസം പറയാം. എനിക്ക് എന്താ വെച്ചാല് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനയുള്ള ഭാഗം പറഞ്ഞാൽ എനിക്ക് കൺട്രോൾ പോകും, അതൊരു പ്രശ്നം. അത് പോയാൽ ഞാൻ ലൈവിലിരുന്ന് കരയുന്ന അത് 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 പിന്നീട് സന്ദർഭത്തിൽ കാണുന്നവർക്ക്, എന്നെ അറിയാത്തവർക്ക് എൻ്റെ ഒരു ഫീൽ എന്താണെന്ന് അറിയില്ല. അപ്പൊ അതൊരു അരോചകമായി തോന്നും. നിങ്ങൾ ലൈവൊക്കെ കട്ടാക്കിയത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരയും, ഇതൊക്കെ വായിച്ചിട്ട് ഓർത്തിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം ഇപ്പം എന്ത് ചെയ്യുന്നത്, സ്റ്റേജിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു പോകും. ഇത് ഈ ലൈവിൽ നിന്നിട്ടല്ലേ, അതൊക്കെ ആ ഭാഗം മാത്രം കട്ട് ചെയ്താൽ പലതരത്തിലും വ്യാഖ്യാനം. പേടിച്ചിട്ടൊന്നുമല്ല, അതിന്റെ പേരിൽ ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് നമ്മുടെ പേരിൽ. അപ്പൊ ഇനി പറയാൻ പോകുന്ന രംഗം വളരെ വിഷമകരമായ ഒരവസ്ഥ. നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാല്ലേ. പിന്നെ നാളെ ഹബീബിങ്ങളെ തൃശ്ശൂർ ജില്ലക്കാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ചാവക്കാടിനടുത്തുള്ള ഒരുമനയൂർ സാബിൽ പാലസിൽ നാളെ രാത്രി 11 മണി മുതൽ ഒരു ഇഷ്ക് മജ്ലിസ് നടക്കുന്നുണ്ട്. ഒരുപാട് തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ നടത്തുന്ന ആദ്യത്തെ പരിപാടിയാണ്. മദീന ബാഷ് നടത്തിയിട്ടുണ്ട്. ജില്ലയിൽ അങ്ങനെ ഇഷ്ക് മജ്ലിസിന് ഞാൻ സമ്മതം കൊടുക്കാറില്ല. പുലർച്ചെ 4 മണി വരെയാണ് ആ പരിപാടി ഉള്ളത്. കോഴിക്കോട് വലിയ ഖാദി നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് അർദ്ധരാത്രി 2 മണിക്ക് നേതൃത്വം കൊടുക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തൃശ്ശൂർ ജില്ലാ കാര്യദർശി ഉസ്താദ് PT കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ പ്രവാചക പ്രകീർത്തന മദ്ഹ് ഗാനരംഗത്ത് ശ്രദ്ധേയരായ സുഹൈൽ ഫൈലി കൂരാട്, ഖാജ ഹുസൈൻ വയനാട് തുടങ്ങിയവർ ഇഷ്ക് മജ്ലിസ്, നമ്മുടെ തിരുവനന്തപുരം പരിപാടി പോലെ അവർ ഇഷ്ക് മജ്ലിസിൽ പ്രകീർത്തന കാവ്യം ആലപിക്കും. നിഷാദ തൃശ്ശൂർ ജില്ലയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പങ്കെടുക്കണം. പിന്നെ ഒരു സന്തോഷ വാർത്ത, ഒരു പക്ഷേ നമ്മളത് ലൈവ് സ്ട്രീമിങ്ങിൽ കൊടുക്കും, ഫേസ്ബുക്ക് ലൈവിൽ കൊടുക്കും, മറ്റ് ലൈവ് ഇല്ല. അപ്പൊ പേജിലായിരിക്കില്ല, ഉണ്ടെങ്കിൽ അത് പേജിലായിരിക്കില്ല. അത് നൽകുന്നത് എൻ്റെ പേഴ്സണൽ ID നിങ്ങൾക്ക് അറിയാലോ, അതിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച അതിലായിരിക്കും കൊടുക്കുക. ഇൻഷാ അല്ലാഹ് 4 മണിക്കൂർ തുടർച്ചയായി അതിൽ ലൈവ് നടക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ദുആയിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്, കേട്ടോ. മലക്കുൽ മൗത്ത് വീണ്ടും വരികയാണ്. അതിന്റെ മുമ്പ് ഫാത്തിമ ബീവി വന്നല്ലോ. ആയിഷ ബീവി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഞാൻ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, ഫാത്തിമ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉപ്പാന്റെ അടുത്ത് ചെന്നപ്പോൾ ആദ്യം ചിരിക്കുകയും പിന്നെ കരയുകയും ചെയ്തല്ലോ, ആദ്യം കരയുകയും പിന്നെ ചിരിക്കുകയും ചെയ്തല്ലോ, എന്താണ് ഇത്? നിങ്ങൾ വയലിൽ കേട്ട സംഭവമാണ്, എന്നാലൊരു വർക്കത്തിന് വേണ്ടി പറയാം. അപ്പൊ ഫാത്തിമ ബീവി പറഞ്ഞു, ആദ്യം ഉപ്പച്ചി എന്നോട് പറഞ്ഞത് ഈ രോഗത്തിൽ ഞാൻ മരണപ്പെടും മോളെ എന്നാണ്. അപ്പോൾ ഞാൻ കരഞ്ഞു. രണ്ടാമത്തെ തവണ എന്നോട് പറഞ്ഞു, എന്റെ വഫാത്തിന് ശേഷം വളരെ പെട്ടെന്ന് ആദ്യമായി എന്നോടൊപ്പം ചേരുന്നത് ഫാത്തിമ നീയാണെന്നാണ്. അപ്പൊ എനിക്ക് പെരുത്ത സന്തോഷമായി. എൻ്റെ ഉപ്പാന്റെ കൂടെ എനിക്ക് പെട്ടെന്ന് പോകാലോ, ദുനിയാവ് വിട്ടു പോകാലോ എന്ന് ആലോചിച്ചപ്പോ അതാണ് ഞാൻ സന്തോഷിച്ചത്. അതോടൊപ്പം ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞു, ലോകത്തിലെ സ്ത്രീകളുടെ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന എന്ന് ഉപ്പ എന്നോട് പറഞ്ഞു. സ്വർഗത്തിലെ സ്ത്രീകളുടെ, ലോകത്തെ മുഴുവൻ സ്ത്രീകളുടെ നേതാവ് നീ ആയിരിക്കും എന്ന് പറഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉപ്പയോട് പറയുന്നുണ്ട്, വാ കർബാബാ, എന്റെ വാപ്പയുടെ വേദനയെ നെഞ്ചു തിരുമ്പുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബിയോട് പറഞ്ഞു, ഒരു ശീല വെള്ളത്തിൽ നനച്ച് എന്റെ നെഞ്ചൊന്നിങ്ങനെ തടവിത്തരൂ ആയിഷ. അപ്പൊ അത് കണ്ട് സഹിക്കാൻ വയ്യാതെ മകള് പറയാണ്, ഫാത്തിമ ബീവി, വാ കർബല വാ കർബാ അബാ, എന്റെ വാപ്പാന്റെ വേദനയെ. അപ്പൊ റസൂൽ പറഞ്ഞു, മോളെ കരയല്ലേ, ലൈസ അലാ ബീക് കർബുൻ ബഅദൽ യൗം, നിങ്ങളുടെ ഉപ്പാക്ക്
ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഒരു വേദനയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനെയും ഹുസൈനെയും അടുത്തേക്ക് വിളിപ്പിച്ചു. ഫാത്തിമാന്റെ മക്കളെ അടുത്തേക്ക് വിളിച്ചു. അവരുടെ കവിളിൽ റസൂലുള്ള ചുംബിച്ചു. അവരോട് നല്ല കാര്യങ്ങൾ വസിയത്ത് ചെയ്തു. ഭാര്യമാരെ ഓരോരുത്തരെ വിളിച്ചു ഉപദേശങ്ങൾ നൽകി. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ മകൾ ഉമ്മു കുൽസൂമിന് നബിയുടെ അടുക്കലേക്ക് അടുപ്പിച്ചു നിർത്തി. അവിടുന്ന് അവളെ മുഖത്തേക്ക് അടുപ്പിച്ചു. നബിയുടെ വേദന കഠിനമായി തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ വിളിച്ചു പറഞ്ഞു, ആയിഷ മാ അസാലു അജിദു അലമത്ത്അമില്ലദീ അകൽതു ബിഖൈബറ ഫഹാദാ അവാനുൻ വജദ്തു ഖിതാഅ അബ്ഹരി മിൻ ദാലിക സുമ്മി. ആയിഷ, ഞാൻ ഖൈബറിൽ വെച്ചു കഴിച്ച വിഷത്തിന്റെ വേദന ഇതാ എനിക്കെത്തിയിരിക്കുന്നു. ആ വിഷം കാരണം കണ്ടനാടി മുറിയുന്നു ആയിഷ എന്ന് റസൂലുള്ള പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിങ്ങളെ, ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഹബീബിങ്ങളെ, റസൂലുള്ള ഷഹീദായി മരിച്ച കൂലി കൂടി റസൂലുള്ളാക്ക് കിട്ടണം. അതുകൊണ്ടാണ് ആ വിഷപ്രയോഗത്തിന്റെ കാരണമായിട്ടാണ് റസൂലുള്ളാന്റെ വഫാത്ത്. അപകടമാണ്, ആക്സിഡന്റൽ ഡെത്താണ്. അതുകൊണ്ട് ഷഹീദിന്റെ പ്രതിഫലം റസൂലുള്ളാക്ക് ലഭിക്കും, അല്ലെ? റസൂലുള്ളാഹിൽ എല്ലാ ശരീരം ഉണ്ടാകണമല്ലോ. അതുകൊണ്ടാണ് ആ രോഗകാരണമായി വിഷം ഖൈബറിൽ കൊടുക്കപ്പെട്ട ഒരു വിഷം, ഒരു ഭക്ഷണത്തിലൂടെ അതിന്റെ കണ്ടനാടി പോലും മുറിഞ്ഞു പോകുന്നു ആയിഷ എന്ന് റസൂലുള്ള പറയുന്നുണ്ട്. ഹബീബിങ്ങളെ, അപ്പൊ മരണവേദന നമുക്കെന്തായിരിക്കും? റസൂലുള്ളാന്റെ വേദനയാണ് പറയുന്നത്, നമ്മുടെ വേദന എന്തായിരിക്കും? മലക്കുൽ മൗത്തദാ രണ്ടാമത്തെ തവണ വന്ന് സമ്മതം ചോദിച്ചു. റസൂലുള്ളാഹി സമ്മതം കൊടുത്തു. സ്തുതിക്കപ്പെട്ട നബിയെ, അങ്ങ് എന്താണ് ഞങ്ങളോട് കൽപ്പിക്കുന്നത്? അപ്പൊ റസൂലുള്ള പറഞ്ഞു, അൽഹഖനി ബി റബ്ബിൽ ആൻ, എന്നെ എന്റെ റബ്ബിലേക്ക് ചേർത്തു തരൂ അസ്റായീലേ. മലക്കുൽ മൗത്ത് പറഞ്ഞു, അങ്ങയുടെ റബ്ബ് അങ്ങയെ കാണാൻ താല്പര്യപ്പെടുന്നുണ്ട് നബിയേ. അങ്ങയുടെ അടുത്തേക്ക് ഇങ്ങനെ ആവർത്തിച്ച് അയച്ചതുപോലെ അല്ലാഹു എന്നെ ഒരാളുടെ അടുത്തേക്കും അയച്ചിട്ടില്ല നബിയേ. അങ്ങയുടെ വഫാത്തിന്റെ സമയമിതാ റസൂലേ അടുത്തിരിക്കുകയാണെന്ന് അസ്റായീൽ അലൈഹിസ്സലാം ഒടുവിലായി പറഞ്ഞു. ഹബീബിങ്ങളെ, 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 63 കൊല്ലക്കാലം ജനതക്ക് മഹാവെളിച്ചമായി, നന്മയല്ലാതൊരക്ഷരം പറയാത്ത, തിന്മയുടെ ഒരു കണിക ജീവിതത്തിലില്ലാത്ത, മദീനയുടെ വസന്തമായ സ്നേഹമായ എല്ലാമായ എന്റെ ഹബീബിന് സമ്മതം കൊടുക്കുകയാണ് പോകാൻ. യാത്രയാകാനുള്ള സമ്മതം റസൂലുള്ള കൊടുത്തു കഴിഞ്ഞു. Mustafa, Mustafa
അസറായിൽ മടങ്ങിപ്പോയി. രണ്ടാമത്തെ തവണയും മടങ്ങിപ്പോയി. ജിബ്രീൽ അലൈഹിസ്സലാം ഇതാ വീണ്ടും വന്നു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരാ, ഇത് അങ്ങയുടെ അടുത്തേക്ക് എന്റെ അവസാനത്തെ വരവാണ്. ഇനി ഒരിക്കൽ പോലും നബിയെ ഭൂമിയിൽ അങ്ങയെ കാണാൻ ജിബ്രീൽ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരില്ല നബിയെ. ഹിറാ പർവ്വതത്തിന്റെ മുകളിൽ നബിയുടെ 40-ാമത്തെ വയസ്സിൽ വഹിയുമായി ഇറങ്ങി വരാൻ തുടങ്ങിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ ജിബ്രീൽ അലൈഹിസ്സലാം. ഇപ്പൊ പറയാണ്, ഇനി ഒരിക്കലും അങ്ങയുടെ അടുത്തേക്ക് ഞാൻ വരില്ല നബിയെ. വഹി അവസാനിച്ചിരിക്കുന്നു നബിയെ. അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ ഭൂമിയിൽ വന്നത്. എന്തായിരിക്കും ജിബ്രീൽ അലൈഹിസ്സലാമയുടെ മടക്കം? സ്വർഗത്തിൽ അടുത്ത നിമിഷത്തിൽ കാണാമെന്ന് കരുതുമ്പോഴും ഇത് നമുക്ക് വലിയൊരു പാടാണ്. ദുനിയാവിൽ നമ്മുടെ കൂട്ടുകാർ വിട പറയുമ്പോൾ, ജീവന്റെ ജീവനായവർ വിട പറയും, എത്ര സങ്കടത്തിലാണ് ജിബ്രീൽ മടങ്ങിപ്പോയിട്ടുണ്ടാവുക.